അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് പുതിയൊരു ഗസ്റ്റ് ആണ്, ഗൗരി CJ മാത്യൂസ്. വെൽക്കം ടു അവർ ഷോ സ്റ്റാർ മലയാളം. അറിയോ? പിന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com. ആർക്കും എപ്പോ വേണമെങ്കിലും ബ്രൗസ് ചെയ്യാം. ഗൗരി ഇപ്പം ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് എത്തിയതിന്റെ ഒരു കാരണം എന്താ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കഥ എന്താ? അത് ഉത്തരം പറ. അത് പറയാൻ തുടങ്ങുവാണെങ്കിൽ എന്റെ ഹിസ്റ്ററികൾ പറയേണ്ടി വരും. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. അതിലും നല്ലത് കുറച്ചൊരു ഇതിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. പഠിക്കുന്ന സമയത്ത് മോഡലിംഗ് രംഗവും ബ്യൂട്ടീഷ്യനും ആകണമെന്നായിരുന്നു ആഗ്രഹം. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്റെ ഒരു പിക്ക് ഇട്ടു. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല അല്ലല്ല, മൊബൈലില്. സത്യം പറയാനും പാടില്ല. അത് ആ പിക്ക് കണ്ടിട്ട് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസറും എന്നോട് ഒരു ചാൻസ് ചോദിക്കുന്നു. സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ആ ഒരു സീനറി കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. ഞാൻ ചേച്ചിയുടെ ആരാധകനാ. കിന്നാരത്തുമ്പികളെ ഞാൻ 3 പ്രാവശ്യം കണ്ടു. റീസെന്റ് ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ടല്ലോ, പച്ചക്കറിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയി പോയല്ലോ. അത് നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. പഴയ കാലങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കാലമുണ്ട്. അതെ. എന്തോന്നടാ ഇതൊക്കെ? അവര് പറയുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്തതേ ഉള്ളൂ. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരും. അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവിടെ മക്കളെ.